സമാദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ സാഹിബ്, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമിതി അംഗം സലീം മമ്പാട് സാഹിബ്, വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥൻ്റെ കരുണാകടാക്ഷങ്ങൾ നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ ഒരുമിച്ചുകൂടിയ എൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും ആദ്യമായി അർപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് തുറന്നു പറയുക എന്നതാണ് ഈ ഒരു പരിപാടിയിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്ന് കേരളത്തിൻ്റെ നിയമസഭക്കകത്തുപോലും ഏറ്റവും വലിയ ചർച്ചാ വിഷയം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ ഭരണകക്ഷിയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിലനിൽക്കുന്ന പാർട്ടിയോ ഒന്നുമല്ല. പക്ഷേ നിയമസഭക്കകത്തും പുറത്തും പേജുകളിലും സ്റ്റേജുകളിലുമെല്ലാം ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് സത്യത്തിൽ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത. ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യപ്പെടാനുള്ള ഈ പശ്ചാത്തലം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഒട്ടും ഗുണകരമായ മാറ്റമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത കാലം വരെയും ഫാസിസം, മാർക്സിസം എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്ങ്ങൾ, ഒരു നിലക്കും ചേർത്ത് വെക്കാൻ പാടില്ലാത്ത, പരസ്പര വിരുദ്ധമായ, മോരും മുതിരയും പോലെ വേറിട്ട് നിൽക്കുന്ന രണ്ടെണ്ണമാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് ഫാസിസവും മാർക്സിസവും മോരും മുതിരയുമല്ല, അത് പൊറാട്ടയും ബീഫുമാണ് എന്ന് പറയാൻ പറ്റുമാറ്, പൊറാട്ട ഏതാണ് ബീഫ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം രണ്ടും കൂടി കുഴച്ച് ഒന്നായി കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലും പാലക്കാട് നിയോജക മണ്ഡലത്തിലും അതിന്റെ കൂടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്.
ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകാനുള്ള കാരണം നമുക്കറിയാം. അവിടെ സംഘപരിവാർ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന്റെ ഒരു എൻട്രി പോയിന്റ് എന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിരുന്നത്. ആ മത്സരം ശ്രദ്ധിച്ച ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ LDFും BJPയും തമ്മിൽ ഒരു മത്സരമേ ഉണ്ടായിട്ടില്ല. മത്സരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവര് രണ്ടും ഒന്നാണെന്ന് എല്ലാവർക്കും പരസ്യമായി തന്നെ ബോധ്യപ്പെടുന്ന വിധം UDFനെതിരെ ഒന്നിച്ച് മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ പുതിയ ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി തന്നെ രൂപപ്പെട്ടു. അത് CJP എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. CJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CJPയിലെ C എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CPIMലെ C ആണ്. അതിലെ 2ാമത്തെയും 3ാമത്തെയും പദം എന്ന് പറയുന്നത് BJPയിലെ JP എന്ന് പറയുന്ന പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, അല്ലെങ്കിൽ കമ്മ്യൂണലിസ്റ്റ് ജനതാ പാർട്ടി, അല്ലെങ്കിൽ ക്രിമിനൽ ജനതാ പാർട്ടി, എന്തു വേണമെങ്കിലും പറയാം. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുതിയ ടെർമിനോളജി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിറന്നു വീണ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നടന്നത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന വളരെ അപകടം നിറഞ്ഞ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത വിധം, ഒരു അവ്യക്തതയുമില്ലാത്ത വിധം സംഘപരിവാർ അഥവാ ഫാഷിസവും കമ്മ്യൂണിസവും കേരളത്തിൽ ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും നിർവഹിക്കാനില്ല. RSSന് കാര്യമായിട്ടൊന്നും നിർവഹിക്കാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, RSSനും BJPക്കും നിർവഹിക്കാനുള്ള പണി എന്താണോ ആ പണി അവരെക്കാൾ മനോഹരമായി ഇവിടെ CPIMന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്ന ഏറ്റവും കൗതുകരമായ കാഴ്ച എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാമതും അവർ ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ വെപ്പൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇസ്ലാമോഫോബിയ. ഇസ്ലാമിനെതിരെ നിരന്തരമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട്, ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന തന്ത്രം കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ വളരെ കൃത്യമായി ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇത് മാത്രമാണെന്ന് അവരുണ്ടായ നാൾ മുതൽ തന്നെ ഇന്ത്യ രാജ്യത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏകദേശം 160ഓളം വരുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രചരണത്തിന് വേണ്ടി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ ഇന്നും ലഭ്യമാണ്. ആ പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആ പ്രഭാഷണത്തിൽ പ്രതീക്ഷിക്കുന്നത് അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്.
കഴിഞ്ഞ 10 വർഷം ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്ത വർക്കുകൾ ഇതെല്ലാമാണ്. വ്യാവസായികമായി ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ്. വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി ഈ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരു പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ആ തെരഞ്ഞെടുപ്പിലെ നിങ്ങൾ ഏത് പ്രഭാഷണം നിങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും അതിൽ കാണാൻ കഴിയില്ല. പിന്നെന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം? അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനും ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ അങ്ങേറ്റത്തെ വിദ്വേഷ പ്രചരണങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് നിങ്ങളെങ്ങാനും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ കെട്ടുതാലി ഊരിയെടുത്തുകൊണ്ട് ഇവന്മാരെ മുസ്ലിങ്ങൾക്ക് നൽകും, അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പോലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് പറയാണ്. ഇവര് വോട്ട് ചെയ്യുന്നത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ്. ഇവര് പെറ്റുപെരുകുന്ന, നിരന്തരമായി കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് എന്നെല്ലാം പറഞ്ഞ് വംശീയതയുടെയും വർഗീയതയുടെയും ഭീകരമായ അജണ്ടകൾ പുറത്തെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും BJPയുടെ നേതാക്കന്മാരുമെല്ലാം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കതിൽ ആശ്ചര്യമില്ല, ഒരു കൗതുകവും അതിലില്ല. കാരണം സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും അവരുടെ കയ്യിലില്ല. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഡോളറുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 87 രൂപയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം രൂപയുടെ മൂല്യം തകർന്നുപോയ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ ഒരു ദാരിദ്ര്യ പട്ടികയുണ്ട്. ആ ദാരിദ്ര്യ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നറിയോ? 105ാമത്തെ സ്ഥാനമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും ഇന്ത്യയുടെ മുകളിലാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വികസനം പറഞ്ഞുകൊണ്ട് ഏതായാലും ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് അവരെല്ലാ തെരഞ്ഞെടുപ്പുകളെയും അഭിമുഖീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതിൽ കൗതുകമൊന്നുമില്ല. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ കേരളം ഭരിക്കുന്നത് സംഘപരിവാറല്ല. കേരളം ഭരിക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റാണ്. കേരളത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും അഭിമാനത്തോടുകൂടി പറയുന്നത് BJPക്ക് ഒരൊറ്റ MLA പോലും ഇല്ലാത്ത ഇന്ത്യ രാജ്യത്തിൽ അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷേ BJPക്ക് ഇവിടെ പണിയൊന്നും ചെയ്യേണ്ടതില്ല. BJPയും RSSും എന്ത് പണിയാണോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ പണി അതിനേക്കാൾ മികച്ച സ്വഭാവത്തിൽ ഇവിടെ ഇടതുപക്ഷം CPM സവിശേഷമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ നിന്ന് പ്രസംഗിക്കേണ്ടിയിരുന്നത്? ഞങ്ങൾ ഈ നാട് 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഭാഗങ്ങളിലും ഞങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വികസനത്തിന്റെ തുടർച്ച ഉറപ്പുവരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണല്ലോ ഒരു മുഖ്യമന്ത്രി ഒരു പ്രഭാഷണം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ വന്ന് നടത്തിയ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായി പ്രസംഗിക്കുമ്പോൾ ആരുടെ വോട്ടാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഇവരുടെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്? ഏതർത്ഥത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ സംഘപരിവാർ എന്തൊരു രാഷ്ട്രീയമാണോ
കേന്ദ്രതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ രാഷ്ട്രീയം അതിനേക്കാൾ മികച്ച സ്വഭാവത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി ഇന്ന് CPM മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു അതിശയോക്തിയില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താ? അഖിലേന്ത്യാ തലത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു മുസ്ലിം സൈൻ ബോർഡ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു മുസ്ലിം സിംബൽ മുന്നിൽ വെച്ചുകൊണ്ട്, അഥവാ താടി വെച്ച ഒരു മുസ്ലിം, തലപ്പാവ് ധരിച്ച ഒരു മുസ്ലിം, അല്ലെങ്കിൽ നല്ല തൊപ്പിയിട്ട ഒരാള്, അല്ലെങ്കിൽ നല്ല സ്കാർഫ് ധരിച്ച ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ കഴിയും. വേറെ ഒന്നും ആവശ്യമല്ല. പക്ഷെ കേരളത്തിൽ അത് അത്ര എളുപ്പമല്ല. ഒരു മുസ്ലിം ഐക്യണ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇസ്ലാമോഫോബിയ CPM പ്രചരിപ്പിക്കുമ്പോൾ അത് കേന്ദ്രതലത്തിൽ ഒരു മുസ്ലിം ഐക്യണ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്നതിന് പകരം, അങ്ങനെയും നടത്തുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന അപകടം നിറഞ്ഞ സമീപനമാണ് ഇവിടെ CPM നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ട്രോള. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ട്രോൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നതാണ്. തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ആൾക്കുരങ്ങ് പുറത്തേക്ക് ഓടിപ്പോയപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുമാറ് എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്ന ഒരു ട്രോള് ഇന്ന് കേരളത്തിൽ CPM-നാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യാപകമായി. നേരത്തെ പറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഈ കണ്ട പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടും അപ്പോ പിറ്റേ ദിവസം ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. കോഴിക്കോട് ആവിൽക്കൽത്തോട് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരത്തിന്റെ പിന്നിൽ, ആലപ്പുഴ ജില്ലയിലെ കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരത്തിന്റെ പിന്നിൽ, കേരയിൽ പദ്ധതിക്കെതിരെ കേരളം ഒന്നാകെ സമരം നടത്തിയപ്പോ അതിന്റെ പിന്നിൽ, ഗെയിൽ പൈപ്പിലിനെതിരെ സമരം നടന്നപ്പോ അതിന്റെ പിന്നിൽ, എന്തെല്ലാം സമരങ്ങൾ സർക്കാരിന് നേരെ ഇവിടെ നടക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ ഇവിടുത്തെ അക്ബറമലിനെ കുറിച്ച് നേരത്തെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നിരന്തരമായി എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ഈ ലോകം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുമാറ്. ഇവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടന ഒരു വലിയനെ കുറിച്ച് പറയാറുണ്ട്, മുദബ്ബിറയാലമാണ് ആ വലിയ എന്ന് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി മുദബ്ബിറയാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM നിരന്തരമായി ഇവിടെ മാത്രമല്ല ലോകത്ത് തന്നെ. ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിയിലൂടെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഹസീന വാജിദ് രാജ്യം വിട്ടുകൊണ്ട് ഇന്ത്യയിൽ ഒളിച്ചിരിക്കേണ്ട ഗതികേട് വന്നു. ആ നാട്ടില് നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമാണ്. ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അതിൽ പങ്കുണ്ടാവും. പക്ഷേ ഇവിടെ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും വിജയരാഘവനും ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ P. മുജീബ് റഹ്മാൻ സാഹിബ് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ വിപ്ലവം ഉണ്ടായത് എന്ന് തോന്നുമാറുള്ള പരാമർശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രചരണം ഇവിടെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് ഈ പ്രചരണം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രചരണം നടത്തുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയുള്ള ഒളിയമ്പാണ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അതല്ല. മറിച്ച് വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തെ ഒന്നായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ വിദ്വേഷത്തിന്റെയും അതിഭീകരമായ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് വർഗീയമായ വംശീയമായ ധ്രുവീകരണം നടത്തി അതിലൂടെ രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക എന്ന അജണ്ട വളരെ പരസ്യമായി ഇന്നിവിടെ കേരളത്തിന്റെ മണ്ണിൽ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ആ പാർട്ടിയുടെ അലയൊലികൾ നമുക്ക് കാണാൻ പറ്റൂല.
പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ആ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമായി ഭരണം നടത്തിയ ഒരു വിഭാഗമാണ് CPM. അതേപോലെ തന്നെ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്ത് ദീർഘനാൾ അധികാരത്തിലിരുന്ന പാർട്ടിയാണ് അവർ. പക്ഷെ ഇന്ന് നിങ്ങൾ ആ 2 സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെങ്കൊടി കാണാൻ കഴിയില്ല. ആ ചെങ്കൊടിയുടെ സ്ഥാനത്ത് കാണാൻ കഴിയുക അവിടെ കാവിക്കൊടിയാണ്. പാർട്ടി ഓഫീസിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിനകത്ത് കാൾമാർക്സിന്റെയും ലെനിനിന്റെയും എംഗൽസിന്റെയും EMS-ന്റെയും AKG-യുടെയും ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ ഫോട്ടോകൾക്ക് പകരം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഗോൾവാൾക്കറിന്റെയും ഹെഗ്ഡേവാങ്കറിന്റെയും മൂഞ്ചയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഫോട്ടോകളാണ് ഇന്ന് CPM-ന്റെ പാർട്ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ. പശ്ചിമ ബംഗാളിലും അതേപോലെ തന്നെ ത്രിപുരയിലും ഒക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതേ വഴിയിൽ ഇന്ന് കേരളവും പോയിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരത്തെ CPM-ന്റെ AKG ഓഫീസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഇന്ന് നിങ്ങൾക്ക് വലിയ മനോഹരമായ ചെങ്കൊടി കാണാൻ കഴിയും. ആ ചെങ്കൊടിയുടെ സ്ഥാനത്ത് കാവിക്കൊടി പാറുന്ന കാലം വിദൂരമല്ലെന്ന് CPM-ന്റെ പ്രവർത്തനത്തിലൂടെ അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് കാൾമാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിനിന്റെയും ഒക്കെ ഫോട്ടോ കാണുമ്പോൾ ആ ഫോട്ടോയുടെ സ്ഥാനത്ത് ഗോൾവാൾക്കറിന്റെയും ഹെഗ്ഡേവാറിന്റെയും മൂഞ്ചയുടെയും ഒക്കെ പടങ്ങൾ കടന്നു വരുന്ന കാലം അതിവിദൂരമല്ലെന്ന് CPM അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു സ്വാഭാവിക പരിണിതി കൂടിയാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവിക്കൊടി അല്ല ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും ത്രിവർണ്ണ പതാകയായി മാറാൻ സാധിക്കുകയില്ല. ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ അതിന് പച്ചക്കൊടിയാവാൻ കഴിയില്ല. ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കാവിക്കൊടിയായി മാത്രമേ മാറുകയുള്ളൂ എന്ന പ്രകൃതിപരമായ യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിലെ CPM-ഉം ഓരോ ചവിട്ടടിയും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ വളരെ പ്രകടമായി ഒരു ഒളിയും മറയുമില്ലാതെ വളരെ പരസ്യമായി നമുക്കിന്നിവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് CPM-നോട് ചില കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ ഗൗരവത്തിൽ പറയേണ്ടി വരുന്നത്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇത് കുറെ നാളായി തുടങ്ങിയിട്ട്. അത് തുടങ്ങിയത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ കൂടി ഭാഗമായിട്ട് ആലപ്പുഴ മണ്ഡലത്തിലൊഴികെ 19 മണ്ഡലങ്ങളും CPM അമ്പേ പരാജയപ്പെട്ടു. ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയ പരാജയമാണ് അവർക്കുണ്ടായത്. ആ പരാജയത്തിന്റെ നാള് മുതൽക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര കയറാൻ CPM തുടക്കം കുറിച്ചത് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റുന്ന കാര്യം. അതുവരെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതുവരെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രശ്നമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ രാജ്യദ്രോഹികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഈ ലോകത്ത് സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണം അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ അതിന് കുറച്ചൊരു ഇടവേള ഉണ്ടായി. ആ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും അത് തുടക്കം കുറിച്ചത് നിലമ്പൂരിലെ CPM-ന്റെ സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ അദ്ദേഹത്തിന്റെ കുടത്തിൽ നിന്ന് ഒരു വലിയ രാഷ്ട്രീയ ഭൂതത്തെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തുറന്നുവിട്ടു. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി. അത് ഏറ്റവും വലിയ പരിക്കുണ്ടാക്കിയത് CPM-ന് മാത്രമല്ല, CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ADGP ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കും RSS-ഉം CPM-ഉം തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധത്തിന്റെ എല്ലാ രഹസ്യങ്ങളും പൊളിച്ചടക്കി ചില വസ്തുതകൾ പുറത്തുവിട്ടപ്പോ അന്ന് മുതലാണ് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഈ കുതിര കയറൽ ആരംഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. ആ സംഭവം നടന്നപ്പോ അല്ലെങ്കിൽ അൻവർ ഇങ്ങനെ ഒരു പരസ്യമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നപ്പോ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പത്രക്കാരോട് പറഞ്ഞു, അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറഞ്ഞപ്പോ സാധാരണഗതിയിൽ അങ്ങനെ കേരളത്തിന്റെ ഒരു CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സകല ചാനലുകളും അത് വലിയ ചർച്ചയാക്കി അന്നത്തെ അന്തിചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം അതായിരിക്കും. പക്ഷേ ഒരു ചാനലും അത് ചർച്ച ചെയ്തില്ല.
ആരും അത് കാര്യമായിട്ടെടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വലിയൊരു ട്രോളായി അന്ന് തന്നെ കേരളം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് പത്രങ്ങളിലൊന്നും അത് ചർച്ചയായില്ല, ചാനലുകളിലൊന്നും അത് അന്ത്യചർച്ചയ്ക്ക് വിധേയമായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ റിയാസ് വീണ്ടും പത്രക്കാരെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ഏറ്റെടുക്കാത്തത്? അദ്ദേഹം രോഷാകുലനായിക്കൊണ്ട് പത്രക്കാർക്ക് നേരെ ചാടിക്കയറിക്കൊണ്ട് പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഇത് ഏറ്റെടുക്കാത്തത് എന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കുമൊക്കെ ഇത് കേവലം ഒരു അപവാദ പ്രചരണം അല്ലെങ്കിൽ ആരോപണം മാത്രമാണെന്ന്, അല്ലെങ്കിൽ ഒരു തമാശ മാത്രമാണെന്ന് ഇവിടെയുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അത് വലിയ ചർച്ചയായി മാറാതിരുന്നത്. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് CPM-ന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിന്റെയും പിന്നിൽ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമി വേണ്ട, മുസ്ലിം സമുദായം തന്നെയാണ് എല്ലാത്തിന്റെയും പിന്നിൽ. എ വിജയരാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട്. വായ തുറന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മാത്രമല്ല മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായ ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കുന്ന CPM-ന്റെ ഒന്നാമത്തെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് എ വിജയരാഘവൻ. പേനയെടുത്തുകൊണ്ട് 2 എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്താൻ തീരുമാനിച്ചാൽ, പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ല മുസ്ലിം സമുദായത്തെ കുറിച്ച് തന്നെ തീവ്രവാദം ആരോപിക്കാതെ ഒരു വർത്തമാനം പോലും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. CPM-ന്റെ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എ വിജയരാഘവനാണ്. അവിടെ അദ്ദേഹം നടത്തിയ പ്രഭാഷണം ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ പറഞ്ഞത്? വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോ, അതിന്റെ മുമ്പ് രാഹുൽ ഗാന്ധി 2 തവണ വയനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയപ്പോ അതിന്റെ മുന്നിലും പിന്നിലും ഇവിടെയുള്ള മുസ്ലിം വർഗീയവാദികളാണ്. മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയത് എന്ന് പരസ്യമായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശക്തമായി പറഞ്ഞപ്പോ എന്താ ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾ RSS-കാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. മുസ്ലിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാ, നിങ്ങൾ RSS-കാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. അങ്ങനെ പറയാനുണ്ടായ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇവിടെ മുജാഹിദ് വിഭാഗത്തിന്റെ വിസ്ഡം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ കേരളത്തിലെ ഒട്ടുകം ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പറവൂരിൽ അവർ ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലഘുലേഖ വിതരണം ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകരെ RSS-കാരും നടിറോട്ടിലിട്ടുകൊണ്ട് പരസ്യമായി കൈകാര്യം ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായ സംഭവം. അത് നിയമസഭയിൽ ചർച്ചയായപ്പോ ആ ചർച്ചക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അന്ന് നടത്തിയ പ്രസംഗമാണ് ഇവിടെ മുസ്ലിങ്ങൾ RSS-ന് മരുന്നിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മുജാഹിദുകാരും സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗുകാരും മറ്റുള്ളവരുമെന്നും RSS-കാർക്ക് മരുന്നിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കേരളത്തിലെ ഉപദേശിച്ച മുഖ്യമന്ത്രിയെ നമുക്ക് കാണാം. ഞാൻ പറയുന്നു, ഇവിടെ RSS-ന് മരുന്നിട്ട് കൊടുക്കുന്നത് മുസ്ലിം ലീഗോ RSS-ന് മരുന്നിട്ട് കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോ മുജാഹിദോ സുന്നിയോ ആരുമല്ല. RSS-ന് മരുന്നിട്ട് കൊടുക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പരസ്യമായി ഒരു സംശയമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇല്ലേ? ആരാണ് മരുന്നിട്ട് കൊടുക്കുന്നത്? RSS-ന് കേരളത്തിൽ മരുന്നിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ മുഖ്യമന്ത്രിയായി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് UP-യിലെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അത്യധികം അപകടകാരിയായ മുഖ്യമന്ത്രിയാണ്. ഒരു സംശയമില്ല, അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ UP-യിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, മതപരിവർത്തന നിരോധന നിയമം. അതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ സ്നേഹം നടിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് യമനിലേക്കും സിറിയയിലേക്കുമൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് UP-യിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ അതിന് കാരണമായ ഈ ലവ് ജിഹാദിനെ റഫർ ചെയ്തത് ആരെന്നറിയോ? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ.
കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേരളത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, ഇവിടെ മുസ്ലിങ്ങളായ ചെറുപ്പക്കാര് സ്നേഹം നടിച്ചുകൊണ്ട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞപ്പോ അച്യുതാനന്ദന്റെ പ്രസ്താവനയെ കടമെടുത്തുകൊണ്ട് അത് റഫറൻസായി സ്വീകരിച്ചുകൊണ്ടാണ് UP-യിലെ ഏറ്റവും വലിയ കൊടും തീവ്രവാദിയായ വർഗീയവാദിയായ മുഖ്യമന്ത്രി അവിടെ ഈ നിയമം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ റെഫർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇത് മാത്രമാണോ? അല്ല. നമുക്കറിയാം CA-NRC സമരം ഇന്ത്യ രാജ്യത്ത് കത്തിയാളിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. കേരളത്തിന്റെയും ഇന്ത്യയുടെയും തെരുവുകളിലെല്ലാം ഭരണകൂടത്തിനെതിരെ സംഘപരിവാറിനെതിരെ അതിശക്തമായ സമരത്തിന്റെ തീജ്വാലകൾ ആഞ്ഞടിച്ച് സർക്കാരിന് വലിയ തോതിലുള്ള ഭീഷണി മുഴക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? CA-NRC സമരത്തിന്റെ മുന്നിൽ തീവ്രവാദികളും ഭീകരവാദികളും നുഴഞ്ഞു കയറിയിരിക്കുന്നു. വർഗീയവാദികളായ തീവ്രവാദികളായ രാജ്യദ്രോഹികളായ ഒരുപറ്റം ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടാണ് CA-NRC സമരം നടത്തുന്നതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി റെഫർ ചെയ്താരെയാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ റെഫർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ഇങ്ങനെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തീവ്രവാദികളായ ആളുകൾ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സമരത്തിന്റെ മുന്നിൽ തീവ്രവാദികളാണെന്ന് പറഞ്ഞത്. 2 ആഴ്ചകൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ്. അതിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ച് സംസാരിച്ചു. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആഞ്ഞടിക്കാൻ എന്ത് അവകാശമുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ ഈ പറയുന്ന മിനി പാകിസ്ഥാൻ പരാമർശത്തിനെതിരെ സംസാരിക്കുന്നത്? മഹാരാഷ്ട്രയിലെ ആ BJP-കാരനായ മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാ? ഞാൻ നേരത്തെ പറഞ്ഞ വയനാട് വെച്ചുകൊണ്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ രാഹുൽ ഗാന്ധിയുടെയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും പിന്നിൽ വർഗീയവാദികളാണ്, കേരളമാകെ വർഗീയവാദികളുടെ പിടുത്തത്തിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന പരാമർശത്തെ റെഫർ ചെയ്തുകൊണ്ട് ആ പരാമർശം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. അപ്പൊ മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോ ആ മന്ത്രിക്കെതിരെയാണോ CPM-കാരെ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി മിനി പാകിസ്ഥാൻ പരാമർശത്തിന് നേരെ നിങ്ങൾ ശബ്ദമുന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനെ പാർട്ടി അംഗത്വത്തിലും നിങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ട. ഏറ്റവും ചുരുങ്ങിയത് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലക്കുള്ള ആ പദവിയിൽ നിന്ന് താഴെ ഇറക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ മിനി പാകിസ്ഥാൻ വർത്താനത്തിന് നേരെ എന്താണ് ശബ്ദിക്കാൻ അവകാശം? CPM-ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം താനൂരിൽ വെച്ചാണ് നടന്നത്. ആ സമ്മേളനത്തില് എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സമ്മേളനം? ആ സമ്മേളനത്തില് ഒരു സ്മരണിക പുറത്തിറക്കിയിരുന്നു. ആ സ്മരണിയില് കേരളത്തിലെ CPM-ന്റെ തലമുതിർന്ന മുസ്ലിം നേതാവ് കൂടിയായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു ലേഖനമുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞാല് പ്രായാധിക്യത്തിന്റെ എല്ലാ അവശതകളും പേറി അയാൾ വിശ്രമത്തില. പക്ഷെ ആ വിശ്രമിക്കുന്ന മനുഷ്യനെ വളരെ ബോധപൂർവം പുറത്തേക്ക് കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിന്റെ ഒരു ഏതോ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള ഒരാളെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ മുസ്ലിം സമുദായത്തിന് നേരെ ശബ്ദിക്കുവാൻ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്ന എന്താണെന്നറിയോ? ഇവിടെ പാകിസ്ഥാൻ വാദം ശക്തമായി ഉന്നയിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ സീതി സാഹിബ് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സീതി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗാണ് പാകിസ്ഥാന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചതെന്ന് ഈ 2025 CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ സ്മരണികയിൽ പരസ്യമായി പറയുമ്പോ എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇവർ പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശമെന്ന് ഒരു വളച്ചുകെട്ടുമില്ലാതെ അവർ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമോ ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. PC ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായക്ക് നാവിന് എല്ലില്ല എങ്കിൽ എന്ത് വർത്തമാനവും പറയാമെന്ന അടിസ്ഥാനത്തിൽ വായ തുറന്നു കഴിഞ്ഞാൽ ലവലേശം മുണിപ്പില്ലാതെ സംസാരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയത്തിലെ അപകടം നിറഞ്ഞ വ്യക്തിത്വത്തിൽ ഒരാളാണ് PC ജോർജ്. PC ജോർജ് കഴിഞ്ഞ ദിവസം ഇവിടെ ജനം ചാനലിന്റെ ജനം TV-യിലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്.
ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്, ഭീകരവാദികളാണ്, ഹറാം പറമ്പോരാണ്. അദ്ദേഹത്തിന്റെ ഭാഷ അങ്ങനെ, ഹറാം പറമ്പോരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം പരസ്യമായി പറഞ്ഞു. PC ജോർജിന്റെ ഈ പ്രസ്താവനയ്ക്ക് നേരെ കേരളത്തിൽ ഉടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ മുസ്ലിം ലീഗ് കേസ് കൊടുത്തിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി കേസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സോളിഡാരിറ്റി കേസ് കൊടുത്തിട്ടുണ്ട്, പലരും കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഏതെങ്കിലും ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് FIR ഇട്ടുകൊണ്ട് PC ജോർജിനെതിരെ ഒരു ഇലയനക്കം പോലും ഇന്നേ വരെ നടത്തിയിട്ടില്ല എങ്കിൽ ഈ മിനി പാകിസ്ഥാൻ വാദത്തിന് നേരെ ശബ്ദിക്കാൻ എന്തധികാരമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് നാം ഈ സന്ദർഭത്തിൽ ചോദിക്കണം. ഞാൻ പറയുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ RSSന് മരുന്നിട്ട് കൊടുക്കുന്നവർ? തൃശൂർ ജില്ലക്കാരായ നിങ്ങളോട് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം നമ്മുടെ ജില്ലയിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ച് പാർലമെന്റിലേക്ക് പോയത്. ആരാ മരുന്നിട്ട് കൊടുത്തത്? ആരാണ്? സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP-യെ BJPക്ക് കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്തത്. 400-ലധികം വരുന്ന സീറ്റുകൾ വാങ്ങി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തി ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ അവരെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പരാജയം അവർക്ക് ആ സ്വഭാവത്തിൽ നേരിട്ടപ്പോ ആ പരാജയത്തെ മറികടന്നതിൽ അവരെ സന്തോഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടായി എന്നുള്ളതാ. ആരാ MP-യെ കൊടുത്തത്? RSSന്റെ ആസൂത്രിതമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണോ? RSSകാര് വളരെ കൃത്യമായി CPM-ലേക്ക് നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ CPM-ഉം RSS-ഉം തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ടാക്കി തൃശ്ശൂരിലെ പൂരം കലക്കിക്കൊണ്ട് ആ പൂരം കലക്കിയിട്ട് ഇവിടെ BJPക്ക് എൻട്രി പാസ് കൊടുത്ത പാർട്ടിയുടെ പേരതാണ്, CPM ആണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ പറയുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ RSSന് മരുന്നിട്ട് കൊടുക്കുന്നവരെന്ന് ഒരു രഹസ്യവുമില്ലാതെ പരസ്യപ്പാട്ടായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ നിരന്തരമായി കുതിര കയറിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണ്, അവര് തീവ്രവാദികളാണ്, അവര് മതരാഷ്ട്രവാദത്തിന്റെ ആളുകളാണ്, അതുകൊണ്ട് അവരാണ് സകലവിധ അപകടങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് നിരന്തരമായി നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് ഈ രാജ്യത്തിന് നന്നായിട്ടറിയാം. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഓടി പൊളിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു പാർട്ടിയുടെ പേരല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ തലയിൽ മുണ്ടിട്ടുകൊണ്ടല്ല ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. മറിച്ച് വളരെ സുതാര്യമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ 75 വർഷക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രാക്ക് റെക്കോർഡ്സ് ഈ രാജ്യത്ത് ഒരു തുറന്ന പുസ്തകമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മാർക്കറ്റിൽ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതാ. ഇനി പൈസ അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വായിക്കാം, 5 പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. ആ ഭരണഘടന നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി സുതാര്യമായ ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വളച്ചുകെട്ടുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ സാർവദേശീയ പാർട്ടിയാണെന്ന, അതുകൊണ്ട് ഭീകര പ്രസ്ഥാനങ്ങളുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ട്. CPM-കാരാ, ദയവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ആർക്കാണ് യഥാർത്ഥത്തിൽ സാർവദേശീയ ബന്ധമുള്ളത്? ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സാർവദേശീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അഥവാ കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും ഒക്കെ ആശയപാതയിലൂടെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. കാൾ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ. ലെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അല്ലല്ലോ. ആരാണവർ? ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് ഉണ്ടാക്കി വരാം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ഭീകരമായ കൊലപാതകങ്ങൾ നടത്തിയ ലോകത്തിലെ ആദ്യത്തെ 10 രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 10 രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിച്ച ഭരണകൂടങ്ങളാണ്. അതിലൊന്നാമത്തേത് ജോസഫ് സ്റ്റാലിൻ. റഷ്യ ഭരിച്ച ജോസഫ് സ്റ്റാലിൻ എത്ര ആളുകളെ കൊന്നത്? 4.5 കോടി ജനങ്ങളെ. എന്തിന്റെ പേരിൽ? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു രാജ്യത്ത് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് കൊന്നുതള്ളിയ ജനങ്ങളുടെ എണ്ണം 4.5 കോടി ജനങ്ങളാ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളെ ഒരു രാജ്യത്ത് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി കൊല നടത്തിയ പാരമ്പര്യമുള്ള CPM-കാരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് തീവ്രവാദം പറയുന്നത്.
ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണെന്ന് പറയുന്നത്. കംബോഡിയ എന്ന് പറയുന്ന രാജ്യമുണ്ട്, പോൾപോട്ട് എന്ന് പറയുന്ന അവിടെ ഏകാധിപതിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ രാജ്യത്തെ ജനസംഖ്യയുടെ 1/4 ഭാഗത്തെ കൊന്നുകളഞ്ഞു. എന്തിന്റെ പേരിൽ? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി. നിങ്ങൾ പോൾപോട്ടിന്റെ കംബോഡിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജനസോയിഡ് നടപ്പിലാക്കിയ ഒരു പ്രദേശം ഇന്നും കാണാം. അവിടെ ഒരു മരമുണ്ട്, ഒരു മരത്തടി. ആ മരത്തടി എന്തായിരുന്നു അറിയോ? ആ മരത്തടിയിലാണ് നിരപരാധികളായ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ, എട്ടും പോട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളെ 2 കാലം പിടിച്ച് തലക്കടിച്ചു കൊന്ന ആ മരക്കുറ്റി ഇന്നും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ക്രൂരത കാണിച്ച നിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദികളും തീവ്രവാദികളും എന്ന് പറയുന്നത്. മാവോ സേതുങ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയിലെ നേതാവ് ചൈനയിൽ എത്ര പേരെയാ കൊന്നത് എന്ന് CPM-കാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത്രമാത്രം മനുഷ്യരെ ഈ ലോകത്ത് കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ 9.5 കോടിയിലധികം വരുന്ന ജനങ്ങളെ ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൊന്നൊടുക്കിയ ലോകത്ത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും 1ാമത്തെ പാറ്റന്റ് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ലോകത്തിലെ നമ്പർ 1 പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ പാരമ്പര്യത്തിൽ CPM ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാൾ മാർക്സിന്റെ ഫോട്ടോയുണ്ട്, ലെനിന്റെ ഫോട്ടോയുണ്ട്, എംഗൽസിന്റെ ഫോട്ടോയുണ്ട്. എറണാകുളം ജില്ലയുടെ പാർട്ടി ഓഫീസിന്റെ പേര് ലെനിൻ സെന്റർ എന്ന. ആരാ ലെനിൻ? ലെനിൻ ആരാണ്? ഈ പറയുന്ന അതിഭീകരമായ ഭീകരമായ ഉള്ളടക്കത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കിയ വക്താക്കളെ ഇന്നും പൂവിട്ട് പൂജിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദം പറയാം. ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ്. അതിന്റെ ട്രാക്ക് റെക്കോർഡ്സ് ഒരു ഓപ്പൺ പുസ്തകമായി നമ്മുടെ മുമ്പിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനെ മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നുമില്ല. നിങ്ങൾ പലതും മറച്ചു വെക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം 1942 ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിക്കളഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗലാന മൗദൂദിയ അല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്, ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിക്കളഞ്ഞവർ. 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആ സ്വാതന്ത്ര്യത്തെ തള്ളിക്കളഞ്ഞ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയല്ല, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1948 കൽക്കട്ട തിസീസ് എന്ന് പറയുന്ന VT രണദവെ എന്ന് പറയുന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കൽക്കട്ട തിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ CPM-ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കണമെങ്കിൽ സായുധ പോരാട്ടത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് തീസിസ് ഉണ്ടാക്കി. ആ തീസിസ് ഇന്ത്യ രാജ്യത്ത് 2 വർഷം നടപ്പിലാക്കിയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദികളും തീവ്രവാദികളും എന്ന് പറയുന്നത്. എന്താ എവിഡൻസ്? എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രമതം കാണിച്ചതിന്റെ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പങ്കെടുത്തു. ബീഹാറിലെ പാറ്റ്നയിൽ നടന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ജമാഅത്തുകാരുടെ സമ്മേളനത്തിൽ പോയത്? അവര് മുസ്ലിം സംഘടനയല്ലേ, രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന ആളുകളാണല്ലോ, അതിന് നിങ്ങൾ എന്തിനാ പോയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പിറ്റേ ദിവസം ഈ ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം വെളിവാക്കിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് കൊടുത്തു. ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുപറ്റം സാധുക്കളുടെ സമ്മേളനമാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്ന സാധുക്കളല്ല, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അവരുടെ സമ്മേളനത്തിൽ ഇനിയും എന്നെ ക്ഷണിച്ചാൽ കാൽനടയായിട്ടാണ് പോകേണ്ടതെങ്കിൽ നടന്നുകൊണ്ട് ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഈ പ്രസ്ഥാനത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലല്ല ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന തിട്ടൂരം നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിങ്ങൾ എടുത്തു വെക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ അതുകൊണ്ട് വരട്ടി അതിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെയൊന്നുമില്ല. അത് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാ. 51 വെട്ടുവെട്ടിക്കൊണ്ട് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയിൽപ്പെട്ടവനെ കുലംകുത്തിയായി തീരുമാനിച്ചുകൊണ്ട് വെട്ടിക്കൊന്നിട്ട് ആ വെട്ടിക്കൊന്ന കൊലപാതകികൾ പോയ വാഹനത്തിന്റെ പിന്നിൽ മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളാണ് അതിന്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ച പാർട്ടിയാണ് CPM-കാര്.
അതിന്റെ തുടർച്ച നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കല്ലേ. വടകരയില് പിന്നെ നമുക്കറിയാം ഷാഫി പറമ്പിൽ വലിയ തോതിൽ അവിടെ മത്സരം കാഴ്ചവെച്ച് UDF വിജയിക്കുമെന്നായപ്പോ പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം ഒരു വലിയ സ്ക്രീൻഷോട്ട് പുറത്തു വരാം. കാഫിർ സ്ക്രീൻഷോട്ട്. എന്താ കാഫിർ സ്ക്രീൻഷോട്ട്? കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു മത്സരമാണ്. അതുകൊണ്ട് മുസ്ലിമായ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ പാടില്ല, മറുവശത്ത് കാഫിറാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് സ്ക്രീൻഷോട്ട് വരുമ്പോ ആ സ്ക്രീൻഷോട്ട് ആരാണോ സ്ക്രീൻഷോട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തത്, ആ പരാതി കൊടുത്ത DYFI-കാരന്റെ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് ആ സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപിച്ചത് എന്ന് ഇന്ന് വളരെ പരസ്യമായി കഴിഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം കേരളത്തിൽ 2 മുസ്ലിം പത്രങ്ങളിൽ മാത്രം ഒരു പരസ്യം വന്നു. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP-കാരനായ വ്യക്തി കോൺഗ്രസിലേക്ക് മാറിയപ്പോ ആ കോൺഗ്രസിലേക്ക് വന്ന വ്യക്തിയുടെ കഴിഞ്ഞകാല RSSന്റെ ചരിത്രത്തെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് 2 മുസ്ലിം പത്രത്തിൽ മാത്രം പരസ്യം വരാം. അന്ന് തന്നെ മാതൃഭൂമിയിലും ഹിന്ദുവിലുമൊക്കെ പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ ഇതൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനകത്ത് വർഗീയമായ വിദ്വേഷത്തിന്റെ ആ മനോഭാവം ആളിക്കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച പാർട്ടിയുടെ പേരാണ് CPM. ഈ CPM-കാര് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര കയറാണ്. ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് ഭീകരവാദം പ്രചരിപ്പിക്കുക. നിങ്ങൾ ആർക്കൊക്കെ മരുന്നിട്ട് കൊടുക്കുന്നത്? എറണാകുളം ജില്ലയിലെ അങ്കമാലി എന്ന് പറയുന്ന പ്രദേശത്ത് 2 വൈദികന്മാർക്കിടയിൽ 2 വിഭാഗമായി മാറുകയും അങ്കമാലി അതിരൂപതയിലുള്ള വൈദികന്മാർ 2 ഗ്രൂപ്പുകളായി മാറി അവർക്കിടയിൽ കുർബാന എങ്ങനെ നടത്തണമെന്ന വിഷയത്തിൽ തർക്കമുണ്ടായപ്പോ ആ തർക്കത്തിന്റെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് കാസക്കാര് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? ആരാ മരുന്നിട്ട് കൊടുത്തത്? ഗോപൻ എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയിലെ ഒരു മനുഷ്യന് മരിച്ചുപോയി. സ്വാഭാവികമായ ഒരു മനുഷ്യൻ മരിച്ചു പോകും. പക്ഷെ അയാളെ സമാധിയാക്കിയപ്പോ അതിന്റെ മുന്നിൽ നാട്ടുകാർ വലിയ പ്രശ്നമുണ്ടാക്കി. അതൊരു വലിയ പ്രശ്നമായി മാറുമ്പോ അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നു ഇതിന്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ്. ഇങ്ങനെ എല്ലാവർക്കും കൊട്ടാൻ പറ്റുന്ന ചെണ്ടയായി ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ഈ നാട്ടിന്റെ മുമ്പിൽ ഈ സ്വഭാവത്തിൽ വികൃതമാക്കുന്നതിൽ ആർക്കാണ് ഉത്തരവാദിത്വം? ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSS-നേക്കാൾ സംഘപരിവാറിനേക്കാൾ 1-ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക BJP-യാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വ്യായാമത്തിന് പോലും ഇറങ്ങാൻ പറ്റില്ല. കാരണം അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാ. മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമമുറ ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, സ്വാഭാവികമായും സുന്നികളുണ്ട്, മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളും അതിലുണ്ട്, മനുഷ്യന്മാർ എന്ന നിലക്ക്. കാരണം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി വ്യായാമം നടത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നത്. പക്ഷേ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയ. ആരാ പറയുന്നത്? CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ കിട്ടും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് മെക്സവന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പാ. ആ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് കാണണം. അയാൾ പറയുമ്പോ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് പിന്നെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് ഒന്നാമതായി പുറത്താക്കുക ഇവിടെയുള്ള ഹിന്ദുക്കളെയാണ്. ആരാ പറയുന്നത്? വത്സൻ തില്ലങ്കേരിയല്ല. ആരാ പറയുന്നത്? ശശികല ടീച്ചറല്ല. ശശികല ടീച്ചറെയും വത്സൻ തില്ലങ്കേരിയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഇത്തരം വർഗീയപരമായ അത്യധികം വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തി ഈ രാജ്യത്ത് അപകടകരമായ വർഗീയ ധ്രുവീകരണം നടത്തുന്നത് ഇന്ന് BJP-യേക്കാൾ കൂടുതൽ CPM ആണെന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് CPM-ന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നതാണ് ഇവിടെ BJP-ക്കാരാ. പ്രതിഭ എന്ന് പറയുന്ന ആലപ്പുഴയിലെ MLA, ആ MLA-യുടെ മകന് ഒരു ലഹരി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ പിടിക്കപ്പെട്ടു. പത്രങ്ങളും ചാനലുകളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും പ്രതിഭ എന്ന് പറയുന്ന MLA-യുടെ മകൻ കൂടി പ്രതികളായ അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷെ പ്രതിഭ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു മീഡിയ വണ്ണുകാരാണ് ഇതിന്റെ പിന്നിൽ. അവർക്ക് ചില മതപരമായ താല്പര്യങ്ങളുണ്ട്.
എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിൽ നേരെ കുതിര കയറിക്കൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് തിരിച്ചുവിട്ടപ്പോ ആ തിരിച്ചുവിട്ട പ്രതിഭക്ക് ഒന്നാമതായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴയിലെ കായംകുളത്ത് വന്നത് പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ അല്ല, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ശോഭാ സുരേന്ദ്രനാ. ശോഭാ സുരേന്ദ്രൻ എന്നുകൊണ്ട് പ്രസംഗിച്ചതെന്താ? പ്രതിഭ CPM വിട്ടുകൊണ്ട് BJPയിലേക്ക് വരണം, BJPയിലേക്ക് വരണം പരസ്യമായി പറഞ്ഞു. ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ അതിന് പ്രതിഭയോ CPM-ന്റെ നേതാക്കന്മാരോ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കകം 500-ലധികം വരുന്ന CPM-ന്റെ പ്രവർത്തകർ BJPയിലേക്ക് മാറിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഈ ആരോപണങ്ങൾ ഒരു വശത്ത് ഉന്നയിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ മറച്ചുപിടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി അതിന്റെ നിലപാടും ആദർശവും അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ ഒരു ആദർശ തലമുണ്ട്. പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ ഈ രാജ്യത്ത് വളരെ ശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ട്, സാമൂഹിക അടിത്തറയിൽ നിന്ന് ആദർശപ്രബദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പാരമ്പര്യം പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. അതിന്റെ പാരമ്പര്യം ഖലീഫമാരുടെ പാരമ്പര്യമാണ്. പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആരാ ഖലീഫമാര്? എന്നെ ശ്രമിക്കുന്ന മുസ്ലിങ്ങളായ സഖാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ പോയപ്പോ രണ്ടാമത്തെ ഖുതുബയിൽ ഒരുപാട് സഹാബികളെ എണ്ണി പറഞ്ഞുകൊണ്ട് ആ സഹാബികൾക്ക് തർബിയത്ത് പറഞ്ഞില്ലേ? ആ തർബിയത്ത് പറഞ്ഞ സഹാബിമാരാണ് ഈ രാജ്യത്ത് ഈ ലോകത്ത് ഖലീഫമാരായിട്ടുണ്ടായിരുന്നത്. ആ ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പിണറായി വിജയൻ പരസ്യമായി പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ല, മുസ്ലിം സമൂഹത്തെ കുറിച്ചും ഇസ്ലാമിന്റെ ഖലീഫമാരെ കുറിച്ചും ഇതുപോലെയുള്ള ഭീകരമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നുമില്ല, അങ്ങനെ വിദ്വേഷപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പാർലമെന്റിൽ CPM-ന് 4 MP-മാരുള്ളത്. 4 MP-മാർ, അതിൽ 4-ൽ 1 കേരളത്തിൽ നിന്നാ. നമുക്കറിയാം, ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ജയിച്ചുപോയി. ബാക്കി 3 ആളുകൾ ഇവിടുന്ന ഒരാള് പിന്നെ രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച MP. 3-ാമത്തേതും 4-ാമത്തേതും തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ, മധുരൈ എന്ന് പറയുന്ന 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച MP-മാര്. ഈ 4 MP-മാരിൽ 3 MP-മാരും ഇന്ന് പാർലമെന്റിൽ വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ വോട്ട് കൊണ്ടാണ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് നിങ്ങളോട് എന്തോ കലിപ്പുള്ളതുകൊണ്ടൊന്നല്ല, അത് രാഷ്ട്രീയ തീരുമാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഏത് സമയത്തും വോട്ട് കൊടുക്കുന്നതും വോട്ട് കൊടുക്കാതിരിക്കുന്നതും രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്, വേറെന്തെങ്കിലും താല്പര്യങ്ങളുടെ ഭാഗമല്ല. ഞങ്ങളെ സഹായിച്ചവരെ തിരിച്ചും സഹായിക്കും, ഞങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കും എന്ന നയം ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. മറിച്ച് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ പ്രസ്ഥാനത്തിന്റെ പേരാ ജമാഅത്തെ ഇസ്ലാമി. ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി UDF-ന് വോട്ട് കൊടുത്തു കേരളത്തിൽ. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM-ന് രാജസ്ഥാനിലെ സിക്കറിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലും മധുരയിലും വോട്ട് കൊടുത്തു. കേവലം വോട്ട് കൊടുക്കല്ല, ഒന്നിച്ച് മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് ധാരണയിലായിട്ട് ആ 3 മണ്ഡലങ്ങളിലും CPM-കാര് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുക. വാളയാറ് ചുരങ്ങളും അപ്പുറം പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണെന്ന് പറയാൻ CPM-ന് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടാവില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളോട് എന്തെങ്കിലും വിരോധമൊന്നുമില്ല. 2019 മുമ്പ് ഇന്ത്യയുടെ കേരളത്തിന്റെ രാഷ്ട്രീയം ഇവിടെ മറച്ചു വെക്കാൻ പറ്റുന്നതല്ലല്ലോ. ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാർലമെന്റ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി ചർച്ചയായപ്പോൾ മുസ്ലിം ലീഗിന്റെ KPM മജീദ് അതുപോലെ തന്നെ M ശംസുദ്ദീൻ MLA-യും അതുപോലെ തന്നെ നജീബ് കാന്തപുരവും ഒക്കെ വളരെ പരസ്യമായി കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിൽ പരസ്യമായി പറഞ്ഞു, കഴിഞ്ഞ 2019 മുമ്പ് ഒരുപാട് വർഷക്കാലം CPM ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തലയിൽ മുണ്ടിട്ടുകൊണ്ടല്ല, മറിച്ച് വളരെ പരസ്യമായി ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ധാരണയായിക്കൊണ്ട് CPM ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നല്ല വർത്തമാനം ദേശാഭിമാനിയിലൂടെയും അതേപോലെ തന്നെ നിയമസഭക്കകത്തും പുറത്തുമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വോട്ട് കൊടുത്തത്. 2019 ആയപ്പോൾ നേരെ തലതിരിയ.
ഈ തലതിരിയൽ നിങ്ങളുടെ രാഷ്ട്രീയ കാപട്യമാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ തോതിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഇവിടെ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെയാണോ അതേ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിനകത്ത് രാഷ്ട്രീയ ധ്രുവീകരണം മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ വലിയ തോതിലുള്ള വിദ്വേഷം ആളിക്കത്തിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിടാനുള്ള ശ്രമം, ആ ശ്രമവും ഇന്ന് നിരന്തരം പാളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ, ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറുണ്ടാക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാല. ആ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നും ജമാഅത്തെ ഇസ്ലാമി കാണുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരിലാണ് കേരളത്തിലെ പ്രബലമായ ഒരു മുസ്ലിം സംഘടനയുടെ യുവജന സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ആ സമ്മേളനത്തിൽ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദികളാണ്, അവര് ഭീകരവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ 2025 സംഘപരിവാറിന്റെ ഡെമോക്രസിന്റെ ഭീകരമായ വാള് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ വേണ്ടി വലിയ തോതിലുള്ള അപകടമുണ്ടാക്കി കാത്തിരിക്കുമ്പോൾ സംഘപരിവാറിന്റെ ഈ വർഗീയ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനം, ഈ രാജ്യത്തെ ഒരുപാട് മസ്ജിദുകളുടെ അടിയാധാരം ഇളക്കിക്കൊണ്ട് അവിടെ ശിവലിംഗം സ്ഥാപിക്കുവാൻ വേണ്ടി ഹിന്ദുത്വ സംഘടനകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഒരക്ഷരമുരിയാടാത്ത സമ്മേളനം. അതേപോലെ ഇവിടെ വഖഫ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തികമായ സംവിധാനത്തെ തകർത്തുകൊണ്ട് സാമ്പത്തികമായി മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി സംഘപരിവാർ രാഷ്ട്രീയം അതിശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഒരക്ഷരമുരിയാടാത്ത സമ്മേളനം. ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമികയിൽ 15 മാസക്കാലത്തോളമായി 50,000-ഓളം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ ഷഹീദായി ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാജ്യം ഒരു ജനതയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആ ജനതയ്ക്ക് വേണ്ടി 2 കൈകൾ ഉയർത്തി ഒരു കുത്തി കണ്ണുനീര് പോലും ഉയർത്താതെ ഒരു പ്രാർത്ഥന പോലും നടത്താത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തുകയാണ്. അവരുടെ വാരികയിലൂടെ, അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരുടെ വക്കാലത്താണ് നിങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി ഈ സമ്മേളനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു പാരമ്പര്യമുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയത്തിനും നിലപാടുകൾക്കും വർത്തമാനകാല സാഹചര്യത്തിലെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെ ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അപകടകരമായ ധ്രുവീകരണം മാളിക്കത്തിച്ചുകൊണ്ട് ചില വിഭാഗത്തിന്റെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന പരിക്ക്, അതുണ്ടാക്കുന്ന നാശം യഥാർത്ഥത്തിൽ നിങ്ങൾക്കായിരിക്കും. അതുണ്ടാക്കുന്ന ലാഭം സംഘപരിവാറിനും RSSനും മാത്രമായിരിക്കുമെന്ന് CPMകാർ എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ചിതലരിക്കുന്ന പുസ്തകത്തിന്റെ താളുകളിൽ മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലാസ് പ്രത്യയശാസ്ത്രമായി എന്നോ ചുരുട്ടപ്പെട്ടു കിടന്ന CPM അറബിക്കടലിന്റെ ആഴിയിലേക്ക് കല്ലുകെട്ടി ഒരിക്കലും ഉയരാൻ പറ്റാത്ത വിധം താഴ്ന്നു പോകുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക കേരളത്തിൽ രൂപപ്പെടുന്നുണ്ടെന്ന് എത്ര വേഗം നിങ്ങൾ തിരിച്ചറിയുന്നു അത്രയും നിങ്ങൾക്ക് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി ഈ നാട്ടിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനെ ഒളിച്ചുവെക്കാനോ മറച്ചുവെക്കാനോ ഒന്നുമില്ല. അത് വളരെ സുതാര്യമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഈ രാജ്യത്തുള്ള നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി നന്മയുടെയും ധർമ്മത്തിന്റെയും പാതയിൽ ഒരുമിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. തിന്മയുടെയും അധർമ്മത്തിന്റെയും വക്താക്കൾ ആരാണോ അവരുടെ മുഖം നോക്കാതെ അതിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്ന നീതിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം അപകടപ്പെടുന്ന ഈ അപകടത്തിന്റെ കണിയിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശക്തമായ ഒരു സാഹചര്യത്തെ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഈ കാലഘട്ടത്തിൽ അതിനുള്ള സാധ്യതകൾ ആരായുന്നതിന് പകരം ധ്രുവീകരണത്തിന്റെ അജണ്ടകൾ പുറത്തെടുക്കുമ്പോൾ അതിന്റെ അപകടം തിരിച്ചറിയാൻ കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് CPMഉം അതിന്റെ സമാനമായ നിലപാട് സ്വീകരിക്കുന്നവരും മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ അഭിവാദ്യങ്ങളും ഈ സമ്മേളനത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.